ജുവലറികളിലേക്ക് ആള് എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. കാരണം വില ഈ ക്രമാതീതമായ ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ലാത്ത ഒരു വിലക്കയറ്റമാണ് സ്വർണത്തിന് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഇത് ലോക രാഷ്ട്രങ്ങൾ ഇന്റർനാഷണൽ റേറ്റ് ആണ് ഇപ്പം ബേസ് ചെയ്താണ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ. അത് പണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ ഇന്റർനാഷണൽ ഇപ്പം പുറത്തുള്ള എന്തെങ്കിലും ടെൻഷനോ പ്രശ്നങ്ങളോ യുദ്ധങ്ങള്, ഇപ്പൊ തന്നെ അമേരിക്കയുടെ ട്രംപിന്റെ നയങ്ങള്, ഇമ്പോർട്ട് എക്സ്പോർട്ട് നയങ്ങള്, ഇതൊക്കെ വന്നപ്പോൾ എല്ലാവരും ഒരു ആശങ്കയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ ഷെയർ ബോണ്ടുകളൊക്കെ വിൽക്കാൻ തുടങ്ങി രാജ്യങ്ങളൊക്കെ. അപ്പം എന്നിട്ട് ഗോൾഡിലേക്ക് നിക്ഷേപിക്കാനുള്ള ഒരു ട്രെൻഡിലോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഗോൾഡിന് ഷോർട്ടേജ് വരികയും ഡിമാൻഡ് കൂടുകയും ചെയ്യും. അതാണ് ഈ വില കൂടാനുള്ള മെയിൻ കാരണം. ഇത് പ്രഡിക്ഷൻ അനുസരിച്ച് പല സാമ്പത്തിക വിദഗ്ധരുടെയും അഭിപ്രായം അനുസരിച്ച് വരുമ്പോൾ ഇപ്പൊ ഇവിടെയും നിൽക്കാൻ പോകുന്നില്ല. ഗ്രാമിന് 10,000 എന്നുള്ള 12,000 13,000 രൂപ വരെ വരാം എന്നുള്ളതാണ് അവരൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ രീതി കണ്ടിട്ട് അത് തന്നെയാണ് ശരിയെന്നാണ് തോന്നുന്നത്. വില ഈ അടുത്ത കാലത്തൊന്നും കുറയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ക്രയവിക്രയം, കൊടുക്കൽ വാങ്ങലുകള് സ്വർണ്ണക്കടകളിൽ ഇല്ലാതെ വരും, കസ്റ്റമേഴ്സ് വരാതാവും, കച്ചവടം വളരെ പുറകോട്ട് പോവുകയാണ്. ഇപ്പൊ തന്നെ കച്ചവടങ്ങൾ വളരെ പുറകോട്ട് പോയി കഴിഞ്ഞു. ഒരു 60% കച്ചവടങ്ങള് കുറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും താഴാനാണ് ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് തോന്നുന്നത്. അതായത് ഈ ദീപാവലിയോടൊക്കെ അനുബന്ധിച്ചെത്തുമ്പോൾ 10,000 രൂപയിലേക്ക് വരെ കടന്നേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഗ്രാമിന്. ഇല്ല, ഇനിയിപ്പം വെറും ഗ്രാമിന് 55 രൂപ കൂടിയാൽ 10,000 ആയി. 9,945 രൂപ വിലയായില്ലേ? വെറും 55 രൂപ ഗ്രാമിന് കൂടിയാൽ 10,000 രൂപ ആയി ഗ്രാമിന്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ 1 ലക്ഷത്തിലേക്ക് ഇനി കടക്കാൻ വലിയ താമസമില്ല അല്ലേ? താമസമില്ല. 10,000 എന്ന് പറയുമ്പോൾ 80,000. 80,000 രൂപ 55 രൂപ ഗ്രാമിന് കൂടി കഴിയുമ്പം അവൻ 80,000 രൂപ ആയി കഴിഞ്ഞു. അപ്പൊ ഈ 1 ലക്ഷത്തിലോട്ടൊന്നും ഇപ്പോൾ അതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിലാണ് ഇപ്പം നമുക്ക് തോന്നുന്നത്. 1 ലക്ഷം, ഒരു പവൻ 1 ലക്ഷത്തിന് മേളിൽ പോകുമെന്നുള്ളതാണ് ഈ സാമ്പത്തിക വിദഗ്ധരുടെ പലരുടെയും നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ഒരു പവൻ പോലും വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഈ സ്വർണത്തിന്റെ വില എത്തി നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ കാശുള്ളവൻ കാശില്ലാത്തവൻ എന്നുള്ളൊരു സാധ്യത ഇവിടെ വരുന്നില്ല എന്ന് തോന്നുന്നു. അത്രമേൽ സ്വർണത്തിന്റെ ഒരു വില അതിര് കടന്നു പോയിട്ടുണ്ടല്ലേ? പിന്നെ അത് ഇവിടെ ഉള്ളവനും ഇല്ലാത്തവരെന്നുള്ള പ്രശ്നമല്ല. ഉള്ളവനും ഇങ്ങനെ വരുന്ന സമയത്ത് എടുക്കാൻ മടിക്കും. കാരണം വില കൂടിയതിന് മേടിക്കാൻ ഉള്ളവനും ഇല്ലാത്തവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അതിന് മാത്രവുമല്ല, ഇപ്പൊ ഇങ്ങനെ വില കൂടി വരുമ്പോൾ വേറൊരു പ്രശ്നം, സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചോളം ക്വാണ്ടിറ്റി ഓഫ് സെയില് വളരെയധികം കുറയാണ്. പണ്ട് 100 ഗ്രാമോ 200 ഗ്രാമോ 1 കിലോ വിറ്റിരുന്നവന് അവൻ ഒരു 300-400 ഗ്രാമായിട്ട് കുറയുകയാണ് സെയില്. അപ്പോൾ സ്വാഭാവികമായും ബിസിനസ്സും കുറയല്ലേ? അത് വലിയവനായാലും ചെറിയവനായാലും എല്ലാം ആ ട്രെൻഡിലോട്ടാണ് പോകുന്നത്. വില കൂടുമ്പോൾ ആരും വന്ന് മേടിക്കാൻ തയ്യാറാകില്ല. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുകയാണ് എങ്കിൽ ഇന്നിപ്പോൾ ഈ 80,000 രൂപയിലേക്ക് കടന്നിരിക്കുകയാണ് സ്വർണത്തിന്റെ വില. ഈ 80,000 രൂപ കൊടുത്ത് സ്വർണം വാങ്ങുന്ന ഒരാളിന് വരും കാലങ്ങളിൽ ഈ സ്വർണ്ണവില കുറയുകയാണെങ്കിൽ അത് കനത്തൊരു നഷ്ടം തന്നെയാകും. ആ ഒരു ചിന്തയും എനിക്ക് തോന്നി മലയാളികൾക്കിടയിൽ വന്നിട്ടുണ്ട്. കാണും, അത് വരുമല്ലോ അങ്ങനെ. പക്ഷേ കുറെ വർഷങ്ങളായിട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ സ്വർണവില കുറഞ്ഞതായ ഒരു രീതി കണ്ടിട്ടില്ല. കുറെ വർഷങ്ങളായി ഈ സ്വർണ്ണവില മേലോട്ട് ഒരു 3-4 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കൂ, ഒരു വില കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.